ഇന്ന് നമ്മുടെ നിറയിൽ കണ്ടാലേ അറിയാം, നമ്മളിപ്പോൾ ബാൻഫിൽ വന്നേക്കാണ്. ബാൻഫിൽ ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കോസ്റ്റ്യൂം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ എത്ര ഇവിടെ? 2 degrees. ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ 2 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ബാൻഫിൽ ഇപ്പം അത്യാവശ്യം സ്നോ ഒക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ എല്ലാവരും ക്രിസ്മസൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി ക്രിസ്മസ് മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. പുറത്ത് നല്ല തണുപ്പ് സ്നോ ആയതുകൊണ്ട് നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അകത്ത് കയറട്ടോ. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ക്രിസ്മസ് റിലേറ്റഡോ ഓണം റിലേറ്റഡോ ഒക്കെ സ്പെഷ്യൽ സ്റ്റോൾസ് ഒക്കെ കാണില്ല. അതുപോലെ തന്നെ ഇതിൽ ഫുള്ള് ക്രിസ്മസ് റിലേറ്റഡ്, ക്രിസ്മസിന് മേടിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉള്ള സ്റ്റോൾസ് ആയിരുന്നു. അവിടെ ബാൻഫിൽ തന്നെയുള്ള ലോക്കൽ വെൻഡേഴ്സിൻ്റെ സ്റ്റോൾസ് തന്നെയായിരുന്നു. നമ്മളപ്പോൾ അതിൻ്റെ അകത്ത് കയറി ഇതൊക്കെ നോക്കാൻ തുടങ്ങി. ഇതിൻ്റെ അകത്ത് ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. പക്ഷെ പുറത്ത് നമ്മൾ കുറേ ഫുഡ് സ്റ്റോൾസ് കണ്ടുവരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നും മേടിക്കാമെന്ന് കരുതി. ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര സമാധാനമാണ്. ഇതിൻ്റെ അകത്ത് പ്രോപ്പർ ഹീറ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തണുപ്പും കുറേ റിലീഫ് കിട്ടി. ഇതിൻ്റെ അകത്ത് കുറേ നടക്കാനുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് സ്റ്റോൾസൊക്കെ തന്നെ കുറേ സ്റ്റോൾസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ക്രിസ്മസ് റിലേറ്റഡ് സാധനങ്ങളായിരുന്നെങ്കിൽ ഭയങ്കര അഫോർഡബിൾ എന്ന് പറയാനായിട്ട് നമുക്കൊന്നും തോന്നിയില്ല കേട്ടോ. അതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ നോക്കാമെന്നൊക്കെ വെച്ചിട്ട് എൻ്റെ അകത്ത് കയറിയായിരുന്നു. പക്ഷേ ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഇതിനേക്കാളും ചീപ്പായിട്ട് നമുക്ക് തോന്നിയായിരുന്നു. സോപ്പാണിത്. നല്ല രസമുണ്ടല്ലേ? സോപ്പിൻ്റെ ടെക്സ്ചർ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ പല ഇതും സോപ്പാണ്. ആരും വിശ്വസിക്കില്ല സോപ്പാന്ന് പറഞ്ഞത്. ഫേഷ്യൽ കിറ്റ് കണ്ടോ? നമ്മൾ ലഞ്ച് കഴിക്കാന്ന് വെച്ചിട്ട് പുറത്ത് വന്നോട്ടെ. ഇവിടെ ഫോട്ടോസ് എടുക്കുന്ന ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഔട്ട്ഡോർ. It's the most wonderful time of the year. There'll be much mistletoeing, our hearts will be glowing when loved ones are near. It's the most wonderful time. It's the most wonderful time. It's the most wonderful time. പുറത്തിറങ്ങിയിട്ട് ക്യാമ്പ് ഫയർ അവിടെ കുറേ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയറിൻ്റെ അടുത്തൊന്നും നമുക്ക് മാറാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ഹോട്ട് ഐറ്റംസ് നമുക്ക് കഴിക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ പൊട്ടീൻ ഉണ്ടായിരുന്നു, ചിമ്മിനി കേക്ക് ഉണ്ടായിരുന്നു, ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നൈസ് വൈബല്ലേ ഇത് ഈ തണുപ്പത്ത് ഇങ്ങനത്തെ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്താ കഴിക്കണ്ടേ, അപ്പം നിമ്പി ഇത് ഓർഡർ ചെയ്യുന്നുണ്ട് നമുക്ക് ലഞ്ച്. Poutine. ഇപ്പം എന്താ ഓർഡർ ചെയ്താ? Poutine ഓർഡർ ചെയ്തോ? ചീസ് കട്ട് വിത്ത് ബീഫ്. നല്ല ചൂടുള്ള മൊഴിഞ്ഞ പുഡിംഗ് ഈ തണുപ്പത്ത് കഴിക്കാൻ. ഇപ്പോൾ റെഡി ആവും? കുറച്ച് ടൈം എടുക്കുമെന്ന് പറയുന്നു. അവരൊരു ടോക്കൺ തന്നിട്ടുണ്ട്. അപ്പോൾ ടോക്കൺ വിളിക്കുമോ? ഓക്കെ.
ഇതിന്റെ മുടിയൊക്കെ കേൾ ചെയ്ത് വന്നത് അതെല്ലാം സ്നോയിൽ പോയിട്ടുണ്ട്. പുട്ടി നല്ലതായിരുന്നു കേട്ടോ. അവർ നോൺ വെജ് ഒക്കെ ആഡ് ചെയ്ത് തന്നു. അപ്പോൾ അതിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു തണുപ്പത്ത് കഴിക്കാൻ. ഇതെല്ലാവർക്കും അറിയാം. ഇത് ഗ്രിഞ്ചാണ്. നമ്മൾ സാൻഡേ കാണാനായിട്ട് ഒരു ക്യൂ നിൽക്കുകയാണ്. കുറച്ച് ലോങ് ക്യൂ ആണ്. അവിടെ പോയിട്ട് എന്താണ് ലൈവ് ഫോട്ടോസ് സാൻഡ എന്നൊരു ബോർഡ് കണ്ടു. അത് കണ്ടിട്ട് ഒരു ക്യൂ നിൽക്കുന്നത്. ഇതൊന്നും അല്ലാട്ടോ, ഇത് കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ ഫേസ് വെക്കാനായിട്ട്. അപ്പോൾ അവരുടെ തലയിൽ ക്രിസ്മസിൻ്റെ ക്യാപ്പും പിന്നെ താടി അതൊക്കെ വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ തലയൊന്നും അതിൻ്റെ അകത്ത് ഫിറ്റ് ആവുന്ന പോലും ഉണ്ടായിരുന്നില്ല. ആ ഫോട്ടോ എടുക്കുന്നതിൻ്റെ വെളിയിൽ തന്നെ എൽഫൊക്കെ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി കുഞ്ഞു പിള്ളേരോടൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. വരുന്നിടത്തൊക്കെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം ക്യൂ നിന്നെങ്കിലും നമ്മൾ ആ ക്യൂ നിന്ന് നല്ല വെർത്തായിരുന്നു. കാരണം ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ പ്രത്യേകതയായിരുന്നു കോംപ്ലിമെൻ്ററി ഫോട്ടോ വിത്ത് സാന്താക്ലോസ് എന്നുള്ളത്. നമ്മളെടുത്ത ഫോട്ടോസ് ഇതാട്ടോ. ഞാൻ 2 പ്രാവശ്യം ഫോട്ടോസ് എടുപ്പിച്ചു. നമുക്ക് 2 കോപ്പി കിട്ടിയായിരുന്നു ഇതിൻ്റെ. നമുക്കിതിൻ്റെ സോഫ്റ്റ് കോപ്പി അവർ അയച്ചു തന്നു. പിന്നെ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞ് വേറൊരു റൂഫിൻ്റെ അകത്ത് വേറെ കുറേ സ്റ്റോൾസ് ഈ പറഞ്ഞ പോലെ വെൻഡേഴ്സിന് ഉണ്ടായിരുന്നു. അത് വേറൊരു സെക്ഷൻ തന്നെയായിരുന്നു. അതും ബാൻഫിലെ തന്നെ കുറേ ലോക്കൽ വെൻഡേഴ്സിൻ്റെ സ്റ്റോൾസ് ആയിരുന്നു. ഇവിടെ കുറച്ചും കൂടി ഫുഡ് സ്റ്റോൾസ് ആയിരുന്നു കൂടുതൽ കേട്ടോ. നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നിമ്മി എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. ബാൻഫ് ഡൗൺ ടൗണിൽ തന്നെയുള്ള ബീവർടെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത്. അത് അവിടെ ഡെസേർട്ട്സ് ഒക്കെയാണ്. എനിക്ക് ഡെസേർട്ട്സ് ഒക്കെ പൊതുവെ ഇഷ്ടമായതുകൊണ്ട് തന്നെ നിമ്പി പറഞ്ഞു ഇത് എന്തായാലും ട്രൈ ചെയ്യണം. ഇത് കാൽഗരിയിൽ നിന്ന് ബീവർടെയിൽസിൻ്റെ ഔട്ട്ലെറ്റിനെ കണ്ടിട്ടില്ല. ഇത് നിമ്പി നേരത്തെ ട്രൈ ചെയ്തുകൊണ്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ ആട്ടോ മേടിച്ചത്. നല്ലതായിരുന്നു. ബാൻഫ് ഡൗൺ ടൗണിൽ ഇപ്പം വെറുതെ ഇങ്ങനെ നൈറ്റ് വോക്കിന് വന്നേക്ക. ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ബാൻഫിൽ. അപ്പം നിമ്പി ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയായിരുന്നു. ഞാൻ ബാൻഫിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഈ ഡൗൺ ടൗൺ ഒക്കെ കാണാൻ വന്നതാ. തിരിച്ചു പോവാണ്. അങ്ങനെ ക്രിസ്മസ് മാർക്കറ്റ് കഴിഞ്ഞു. നമ്മൾ ബാൻഫ് ഡൗൺ ടൗണിലൊക്കെ ഒരു വോക്ക് എല്ലാം കഴിഞ്ഞു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.